ഏവർക്കും കോട്ടയം ബൊട്ടാണിക് ഗാർഡനിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ കൂടെ നമ്മൾ കാണിക്കാൻ പോകുന്നത് കുള്ളം ഇനമായ ഇൻഡർസി മംഗള കവുങ്ങിനെക്കുറിച്ചാണ്. നമുക്ക് പണ്ട് മുതൽ ഉണ്ടായിരുന്ന മംഗള കവുങ്ങിൻ്റെ ഹൈബ്രിഡ് ഇനമാണ് ഇൻഡർസി മംഗള. മംഗളയുടെ പ്രത്യേകത നമുക്ക് ഏറ്റവും നന്നായിട്ട് അറിയാവുന്നവരാണ്. നല്ല മുഴുത്ത പാക്കും അതിൻ്റെ അകത്ത് നല്ലവണ്ണം വലിപ്പമുള്ള പരിപ്പും ലഭിക്കുന്ന ഒരു ഇനമാണ് മംഗള. പക്ഷേ മംഗള കവുങ്ങ് ഏകദേശം വളർന്നൊരു 40 അടി വരെ വളർച്ചയെത്തുന്ന കവുങ്ങിനമാണ്. ഇവയുടെ ഒരു ഹൈബ്രിഡ് ഇനമാണ് ഇൻഡർസി മംഗള ആയിട്ട് ഇന്ന് മാർക്കറ്റുകളിൽ ലഭ്യമായിരിക്കുന്നത്. ഏകദേശം 5 അടി മുതൽ ഇവ കായ്ക്കുന്നു എന്നതാണ് മറ്റൊരു പ്രത്യേകത. ഇവ വളർച്ചയെത്തുമ്പോൾ ഒരു മരത്തിൽ നിന്ന് നമുക്കൊരു വർഷം 1500 മുതൽ 2000 വരെ കായ്കൾ ലഭിക്കുന്നു എന്നതും ഇതിൻ്റെ മറ്റൊരു പ്രത്യേകതയാണ്. ഉയർന്ന വിളവ് നൽകുന്ന ഒരു ഇനമാണ് ഇൻഡർസി മംഗള. ഉയർന്ന വിളവും കുള്ള സ്വഭാവവും കാരണം ഈ കുള്ളൻ ഇനം ഇന്ന് നിരവധി കർഷകരെ ആകർഷിച്ചു കഴിഞ്ഞു. കാരണം നമുക്കറിയാം, ലേബർ കോസ്റ്റാണ് ഇന്ന് ഏറ്റവും കൂടുതൽ കർഷകർ അഭിമുഖീകരിക്കുന്ന ഒരു പ്രശ്നം. കാരണം ഇതിൻ്റെ മുകളിൽ കയറി പറിക്കുക, അതിൻ്റെ വിളവെടുക്കുക എന്നത് ഇന്ന് അസാധ്യമായ ഒരു കാര്യം തന്നെയാണ്. അതുകൊണ്ടാണ് ഇന്ന് കവുങ്ങിൻ്റെ കുള്ളൻ ഇനം ഇവൻ സ്വീകാര്യമായി വരുന്നത്. കാരണം ഈ കുള്ളൻ ഇനത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്ക് സ്ഥലപരിമിതി കുറവുള്ളവർക്കും 5-10 ഇനം നമുക്ക് വെക്കാവുന്നതാണ്. ഈ കുള്ളൻ ഇനത്തിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് പൊതുവേ ഇത് ഹൈബ്രിഡ് ഇനമായതുകൊണ്ട് ഈ ഇനങ്ങൾക്ക് പൊതുവേ രോഗപ്രതിരോധ ശേഷിയും കൂടുതലാണ്. ഇവ നമുക്കറിയാം, ഇപ്പം നമുക്ക് കാണുന്ന ഏകദേശം ഒരു 5 അടി മുതൽ, അതായത് ഇവയുടെ വളർച്ച എന്ന് പറയുന്നത് മറ്റ് കവുങ്ങ് ഒരു വർഷം വളരുന്നതിൻ്റെ 4/1 വളർച്ച മാത്രമേ ഇൻഡർസി മംഗള ഒരു വർഷം വളരത്തുള്ളൂ. അപ്പോൾ നമുക്കൊരു മാക്സിമം ഇതിൻ്റെ വളർച്ച എന്ന് പറഞ്ഞാൽ 15 അല്ലെങ്കിൽ ഒരു 20 അടി എന്ന് പറയുന്നത് ഇതിൻ്റെ വളർച്ചയുടെ മാക്സിമമാണ്. അതായത് 20 അടിയൊക്കെ ഇത് എത്തണമെങ്കിൽ ഏകദേശം ഒരു 30 വർഷമെങ്കിലും വേണ്ടി വരും. ഇവ നമുക്ക് നിലത്ത് നട്ട ഒരു കവുങ്ങും തൈയാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. ഏകദേശം ഒരു 7 മാസം 8 മാസമായ തൈയാണ്. നന്നായിട്ട് വളർച്ചയുണ്ട്. ഇവയ്ക്ക് വേറൊരു പ്രത്യേകത എന്ന് പറയുന്നത് നമുക്കിവിടെ നടാവുന്നത് 2.5 അടി അകലത്തിൽ ഇവ നടാവുന്നതാണ്. ഏകദേശം 1.5 അടി സ്ക്വയർ ഒരു കുഴി എടുത്തിട്ട് തൈ വെക്കുമ്പോൾ 1 അടി ജൈവവളം, ഒരു 100 ഗ്രാമോ 150 ഗ്രാമോ വേപ്പും പിണ്ണാക്കും കൂടി ഇട്ട് നമുക്ക് ഇവ വെക്കാവുന്നതാണ്. ഒരു 2.5-3 മാസം കൂടുമ്പോൾ ജൈവവളം ഇവയ്ക്ക് ഇട്ട് കൊടുക്കുന്നത് നല്ലതാണ്. കാഫലം ലഭിക്കുന്നോളം ഇവയ്ക്ക് ജൈവവളം മാത്രം ഇട്ട് കൊടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. നമ്മൾ ആദ്യമേ തന്നെ പറഞ്ഞു, ഈ ഇനങ്ങൾക്ക് പൊതുവേ രോഗപ്രതിരോധ ശേഷി കൂടുതലാണ്. ഇവയ്ക്ക് മിതമായ വെളിച്ചവും പക്ഷേ നല്ല സൂര്യപ്രകാശവും ആവശ്യമാണ്. ഇത് നമുക്കൊരു 3 അടി അകലത്തിൽ ഇവ നടാൻ സാധിക്കുന്നു എന്നത് ഇവയുടെ മറ്റൊരു പ്രത്യേകതയായിട്ട് കാണുന്നു. ഏകദേശം ഒരു 2.5 വർഷം കഴിയുമ്പോൾ മുതൽ ഇവയുടെ വിളവ് നമുക്ക് ലഭിച്ചു തുടങ്ങുന്നു. ഇൻഡർസി മംഗള പോലെ തന്നെ മറ്റൊരു ഇനം കവുങ്ങും കൂടിയുണ്ട് ഇന്ന് മാർക്കറ്റുകളിൽ, മോഹിത് നഗറും ഏകദേശം 6 അടി 7 അടി അകലത്തിൽ നമുക്ക് വെക്കാൻ സാധിക്കും. അവ കായ്ക്കുന്നതും ഒരു 5 അടി 7 അടി അല്ലെങ്കിൽ 10 അടി ഹൈറ്റ് കായ്ക്കാൻ തുടങ്ങും. പക്ഷേ അവ വർഷങ്ങൾ കഴിയുന്നതോടും ഹൈറ്റ് വെക്കുന്നു എന്ന് പറഞ്ഞാലും മറ്റത്തെ പോലെ 40 അടി ഹൈറ്റൊന്നും വരത്തില്ല. ഏകദേശം ഒരു 30 അടി ഹൈറ്റോളമൊക്കെ വരും. അതും നല്ലൊരു ഇനം കവുങ്ങ് തന്നെയാണ്. പക്ഷേ നമുക്ക് സ്ഥലപരിമിതി കുറവുള്ളവർക്കും അങ്ങനെയുള്ളവർക്കും ഏറ്റവും നല്ലൊരു ഇനം ഇൻഡർസി മംഗളയുടെ ഈ ഡാർഫ് ഇനമാണ്. ഇവ കൊല കുത്തി കായ്ക്കും, അതുപോലെ തന്നെ മുഴുത്ത കായും ലഭിക്കും എന്നതാണ് ഇവയുടെ മറ്റൊരു പ്രത്യേകത. ഇതുപോലുള്ള നല്ല നല്ല വീഡിയോ ഞങ്ങൾ വീണ്ടും വരും. ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, മറ്റുള്ളവരോട് എത്തിക്കാൻ ശ്രമിക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ് കോട്ടയം ബൊട്ടാണിക് ഗാർഡൻ.